മക്കളെ റാൻസ് ലേണിംഗ് പോർട്ടലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമുക്കറിയാലേ നമ്മൾ 10ാം ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നു, എല്ലാ വിഷയത്തിലും ഫുൾ A+ വാങ്ങി. തുടർന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, +1 നമ്മുടെ എന്ത് ചെയ്യാം ഹയർ സെക്കൻഡറി ഏറ്റവും നല്ല കോഴ്സായിട്ടുള്ള സയൻസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു +1 എത്തിയിട്ടുണ്ടല്ലേ. എല്ലാവർക്കും എന്ത് ചെയ്യും, അവരവരുടേതായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. നമുക്ക് എന്ത് ചെയ്യും, ചിലർക്ക് ഡോക്ടർ ആവേണ്ടി വരും, ചിലർക്ക് എന്ത് ചെയ്യുന്നു എഞ്ചിനീയർ ആവേണ്ടി വരും. അങ്ങനെ പല പല ആഗ്രഹങ്ങളുമായിട്ടാണ് നമ്മൾ എന്തിട്ടുള്ളത്, നമ്മൾ നമ്മുടെ +1 എത്തിയിട്ടുള്ളത് അല്ലേ. അത് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നീറ്റ് എക്സാമിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് ചെയ്യുക, നമുക്കറിയാലോ നീറ്റ് എക്സാമിൽ എത്ര മാർക്ക് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ. 720 മാർക്സ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ഏതാണ്, നമ്മുടെ ബയോളജിയാണ് അല്ലേ. ബയോളജിയിൽ നമ്മളെ ബോട്ടണിയിൽ നിന്നും സോളജിയിൽ നിന്നും, അതായത് 720 ഉണ്ടെങ്കിൽ ഏകദേശം 50% ഓഫ് മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ഏതാണ് നമുക്കറിയാലോ. ഏതാണ്, നമ്മുടെ ബയോളജിയാണ് അല്ലേ. ആ ബയോളജിയിലെ ബോട്ടണി നിങ്ങൾക്കായിട്ട് ക്ലാസ് എടുക്കുന്ന ആരാ, ഇനി മുതൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ബോർഡ് എക്സാമിനാണെങ്കിലും നീറ്റ് എക്സാമിനാണെങ്കിലും എല്ലാത്തിനും നിങ്ങളുടെ കൂടെ എന്തുണ്ടായിരിക്കും, ഞാൻ ഉണ്ടായിരിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്ററും എന്ത് ചെയ്യുക, എങ്ങനെയാണോ അത്രയും സിമ്പിളായിട്ട് വളരെ സിമ്പിൾ ഫോമുലയിൽ നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പഠിച്ചിട്ട് കൊണ്ടുപോകാം. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് നോക്കാൻ പോകുന്നു നമ്മുടെ എന്ത് ചെയ്യുക +1 ആദ്യത്തെ ചാപ്റ്റർ അല്ലേ. +1 നമുക്ക് എന്ത് ചെയ്യുന്നു, കുറേ ബോട്ടണിയിൽ കുറേ ചാപ്റ്റേഴ്സ് പഠിക്കാനല്ലേ. അതിൽ ആദ്യത്തെ ചാപ്റ്റർ ഏതാണ് നമുക്കറിയാലോ, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഏതാണ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ എക്സാമിന് ഏകദേശം 2 മാർക്കിന് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്റർ ഏതെന്നുള്ളത് നിങ്ങളെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. നമ്മളെന്താ വെച്ചാൽ ഒരു ചാപ്റ്റർ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ഫോക്കസ് എന്താ, ബോർഡ് എക്സാമിന് നല്ല മാർക്ക് ഉണ്ടാക്കണം എന്നല്ലേ. അപ്പോൾ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുക, ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണോ നമുക്ക് എന്ത് ചെയ്യുക പഠിക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഒരു ഔട്ട്ലൈൻ വേണം. നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന എന്താണ്, ആദ്യമായിട്ട് എന്ത് വരുന്നുണ്ട്, നമ്മളതിൽ ആദ്യമായിട്ട് പഠിക്കാൻ നമുക്കുള്ളത് ഇതിൽ എന്ത് ചെയ്യുന്നു, ഒരു 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. എന്തുണ്ട്, 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്ത് ചെയ്യുക 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നമുക്കറിയില്ലേ RH വിറ്റാക്കറിൻ്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. നമ്മളെന്ത് ചെയ്യുന്നു, RH വിറ്റാക്കറിൻ്റെ എന്ത് ചെയ്യുന്നു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ ആരൊക്കെ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കിങ്ഡം മൊനിയറ ഉണ്ട്, പ്രൊട്ടിസ്റ്റ ഉണ്ട്, ഫംഗസ് ഉണ്ട്, കിങ്ഡം പ്ലാന്റ് ഉണ്ട്, കിങ്ഡം അനിമേലിയ ഉണ്ട് അല്ലേ. അങ്ങനെയുള്ള എന്ത് ചെയ്യുക 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യുക കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു പഠിക്കാനുണ്ട് അല്ലേ. ഇതിന് ശേഷം ഇതിൽ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്, കിങ്ഡം മൊനിയറ ഉണ്ട് അല്ലേ, കിങ്ഡം മൊനിയറ ഉണ്ട്, കിങ്ഡം പ്രൊട്ടിസ്റ്റ ഉണ്ട്, കിങ്ഡം ഫഞ്ചി ഉണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യും കിങ്ഡം പ്ലാന്റ് ഉണ്ട്, കിങ്ഡം അനിമേലിയ ഉണ്ട് അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് ഡീപ്പായിട്ട് പഠിക്കണം. തുടർന്ന് നമുക്ക് എന്ത് നോക്കാനുള്ളത്, എന്താണ് വൈറസ് അല്ലേ. കേട്ടില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും, ധാരാളം വൈറസിനെ പറ്റി കേട്ടിട്ടില്ലേ, നിപ്പ വൈറസ്, കൊറോണ വൈറസ് അല്ലേ. അങ്ങനെ ധാരാളം വൈറസിനെ പറ്റി കേട്ട ആൾക്കാരല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് ഈ ചാപ്റ്റർ നോക്കണം, എന്താണ് വൈറസ് എന്ന് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വൈറോയിഡ്സ്, എന്താണ് വൈറോയിഡ്സ് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, പ്രിയോൺസ് എന്താണെന്ന് നമ്മുടെ എന്ത് ചെയ്യുക മോഡേൺ മെഡിസിനിൽ എന്ത് ചെയ്യുന്നു പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജൻ്റ് ആണെന്നുള്ളത് പ്രിയോൺസ് എന്നുള്ളത്, അതിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നമുക്ക് ലാസ്റ്റായിട്ട് പഠിക്കാനുള്ളത് ലൈക്കൻസ് എന്നുള്ള ഒരു ചെറിയ ടോപ്പിക് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യുക മുന്നോട്ട് കൊണ്ടുപോകാം. സിമ്പിൾ ചാപ്റ്റേഴ്സ്, വളരെ ആകെ നമുക്ക് പഠിക്കാനുള്ള ഒരു 6 ടോപ്പിക്ക് മാത്രം നമുക്ക് ഇതിൽ പഠിക്കാനുള്ളതും. നമുക്ക് എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ഇതിലുള്ള ഓരോ ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം.